തരാവടി എന്ന് പറഞ്ഞിട്ട് എന്നെ ആണെങ്കിൽ വലിച്ചു കൊണ്ടുപോകണം. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ഒരു സീനൊക്കെ. കൊണ്ടുപോകാണ്. ഇത്രയും ക്രൂരരാകാൻ ഒരു മനുഷ്യർക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആരെങ്കിലും വന്ന് കൊന്നിട്ടാൽ പോലും ഒരൊറ്റ മനുഷ്യരറിയത്തില്ല. അത്രയും അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, മോളെ നമ്മളുടെ വീട്ടിലെ സാഹചര്യം അറിയാമല്ലോ, നിനക്ക് വീട്ടിൽ കൊണ്ടുപോകുമോ എന്നൊക്കെ പറയുമ്പോൾ ആണ് അമ്മ പറയുന്നത് ഇങ്ങനെ, വേണ്ട മോളെയൊക്കെ. അപ്പൻ എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഓടിച്ച് പിടിച്ചിട്ട് എന്നെ ഒരൊറ്റ എറിയാണ് റോഡിൽ. ആ ഒരു സമയത്തുള്ള എൻ്റെ ശരീരം മൊത്തം ഒരഞ്ഞു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇമോഷൻ പറഞ്ഞ് റീച്ച് കൂട്ടാനല്ല ഒരിക്കലും. ഞാൻ യൂട്യൂബ് തുടങ്ങിയ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു ചെറിയൊരു ഇമോഷൻ, എനിക്കൊരു എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിൻ്റെ ബേസ് ചെയ്ത് ഞാൻ ഫസ്റ്റ് കുക്കിംഗ് ആയിട്ടാണ് തുടങ്ങിയത് ചാനൽ. എനിക്കറിയാൻ പാടില്ല എൻ്റെ ഇത് സംസാരത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണോ ഞാനിങ്ങനെയാണ്. ഇപ്പം ആർക്ക് വേണ്ടിയിട്ട് നമ്മളെ മാറ്റാൻ പറ്റത്തില്ലല്ലോ. നമ്മളിപ്പോൾ എങ്ങനെയാണോ ജനറ്റിക്കലി കിട്ടിയത് അതൊക്കെ കുറച്ച് എത്ര തന്നെ മാറ്റാൻ ശ്രമിച്ചിരുന്നാലും അതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. അതാണല്ലോ. ഇപ്പോൾ ചിലർ ഭയങ്കര സ്മാർട്ടായിരിക്കും, ചിലർ ഓവർ സ്മാർട്ടായിരിക്കും, ചിലർ ലോ ആയിരിക്കും. ഞാൻ ലോ ആണ് കേട്ടോ, ഒരുപാട് പുറകിലോട്ട് ഉള്ള ഒരാളാണ്. അപ്പം എൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് 13 വയസ്സ് മുതലാണ്. കാരണം ചെറുതിലേ അങ്ങനെ ഓർത്തെടുക്കേണ്ടതായ നല്ല കാര്യങ്ങളൊന്നും ലൈഫിൽ നടന്നിട്ടില്ല. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിൻ്റെ ലൈഫിൽ ഓർത്തെടുക്കാൻ പറ്റിയ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചെറിയ പ്രായത്തിൽ ഒരുപാട് പേര് കളിച്ച് വളർന്നത്, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ, അല്ലെങ്കിൽ കുടുംബ വീട്ടിൽ, അങ്ങനെ കുറേ നൊസ്റ്റാൾജിക് കഥകളൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് എന്തെന്ന് പറയാനായിട്ട് അങ്ങനത്തെ ഒരു ഓർമ്മയേ ഇല്ല. പണ്ട് കാലത്ത് നമുക്ക് ഫോണില്ല, TV ഇല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനും മിഡിലിനേക്കാളും ഏറ്റവും താഴ്ന്നൊരു ഫാമിലിയിൽപ്പെട്ട, മിഡിലിൽ തന്നെ ഓവർ മിഡിലായിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ ഒരു സമയത്ത് പഠിച്ചതും ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല, എന്നിരുന്നാലും പഠിപ്പിച്ചത് അങ്ങോട്ട് പൂർത്തീകരിക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ പഠിപ്പ് നിർത്തേണ്ടി വന്ന ഒരാളാണ് ഞാൻ. 13 വയസ്സ് എന്ന് വെച്ചാൽ നമ്മൾ വയസ്സറിയിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഒരു വയസ്സറിയിച്ച ഒരു പിറ്റേ മാസം തന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ആ ഒരു പിറ്റേ മാസം തന്നെ എന്നെ ജോലിക്ക് കൊണ്ടാക്കിയായിരുന്നു. എൻ്റെ ആ ഒരു മഠത്തിലെ ജീവിതമാണ്. ആരെയും കുറ്റം പറയുന്നില്ല, ആരെയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടല്ല ഈ ഒരു വീഡിയോ. എന്നാലും നമ്മളുടെ മനസ്സിൻ്റെ ഒരിത് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുമ്പം ഒരു ഇത് വരുമല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതാണ് കേട്ടോ. അതുപോലെ ആരുടെയും സഹതാപം പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലാകാനോ റീച്ച് ഉണ്ടാക്കാനോ ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഫീലിങ്സ് ഇങ്ങനെ പറയുന്നു, അത്രേ ഉള്ളൂ. 13 വയസ്സ് 13.5 വയസ്സ് ആ ഒരു പ്രായത്തിൽ, അതിനു മുൻപേ നമുക്ക് ബാല്യം എന്താണെന്നറിയാത്തൊരു ലൈഫാണ് വളർന്നു വന്നത് തന്നെ. മഠത്തിൽ നിന്ന് തന്നെയാണ് പഠിച്ചതൊക്കെ. അതിനുശേഷം പിന്നെ വീട്ടിലോട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടും നല്ല വിദ്യാഭ്യാസമല്ല. അപ്പൻ ഭയങ്കര കുടിയാണ്. എൻ്റെ അപ്പനാണെങ്കിൽ ഭയങ്കര മുക്കുടിയൻ. ഇപ്പോഴും അതെ കേട്ടോ, അതിപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ മഠത്തിൽ കൊണ്ടുവിടുന്നത്. പഠിച്ച് മതി എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാനായിട്ട് ആ ഒരു സാഹചര്യം പറ്റാതെ പാഠപുസ്തകം പോലും മേടിച്ചു തരത്തില്ല. പാഠപുസ്തകം മേടിച്ചു തരാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരെങ്കിലും അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മ ഒക്കെ പൈസ നമുക്ക് നമ്മളുടെ കടപ്പുറം സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട്, എന്തെങ്കിലും 1 രൂപ 2 രൂപ അങ്ങനെ ആ സമയത്ത് അങ്ങനെ തന്നിരുന്ന ആ സമയത്ത് പോലും നമ്മളത് വാങ്ങിച്ച് കഴിക്കാതെ ആ പൈസ കൂട്ടി വെച്ചിരുന്നിട്ടാണ് പാഠപുസ്തകം വരെ മേടിക്കുന്നത്. ആ സമയത്ത് ആ ഒരു സമയത്ത് പാഠപുസ്തകം വാങ്ങിത്തരാൻ കഴിവില്ലാതെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാനല്ല, എൻ്റെ അനിയത്തിയും അതേ സെയിം അവസ്ഥ തന്നെയാണ്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ 13.5 വയസ്സ് മുതൽ എന്നെ മഠത്തിൽ പഠിക്കാനല്ല ജോലിക്കായിട്ട് ആക്കി. ജോലിക്കാക്കിയ സമയത്ത് ചെയ്യാത്ത ഒരു ജോലിയുമില്ല. ചെറിയ പ്രായത്തിൽ നമ്മൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും, അതിലൊരു സങ്കടവുമില്ല. ഒരിക്കലും നമ്മളുടെ വീട്ടിലെ പണികൾ ചെയ്യുന്നതിനോട് ഇഷ്ടം തന്നെയാണ്, ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്തിരുന്നതും. ആ സമയത്ത് നമുക്ക് ടി വി ഒന്നുമില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നമ്മൾ ടി വി കാണാൻ പോകുമ്പോഴത്തേക്കും അവരാണെങ്കിൽ നമ്മളെ ആട്ടി ഓടിക്കും, പോപിള്ളരെ എന്ന് പറഞ്ഞിട്ട്. അത് പലരും ആ ഒരു സമയത്തൊക്കെ പലരും അത് അനുഭവിച്ചിട്ടുള്ളൊരു ഇതാണ്. അങ്ങനെ ഇരിക്കും നമുക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലല്ലേ ദൂരദർശനിലൊക്കെ സിനിമയൊക്കെ കാണത്തുള്ളൂ. ആ ഒരു സമയം നമ്മൾ ആ ജനലിൻ്റെ ഇതിൻ്റെ വിടവിലൂടെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് സിനിമ. അല്ലെങ്കിൽ ആ ഒരു ജനൽ ഒരു തുറന്നിട്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കും. നിന്ന് കാണുമ്പോഴൊക്കെ കാലിൽ മൊത്തം ഉറുമ്പ് അടിക്കും കേട്ടോ. പക്ഷെ നമ്മൾ ആ സിനിമയുടെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഈ ഉറുമ്പ് അടിക്കുന്നതിന് ഉറുമ്പ് കടിച്ചാലും നമ്മൾ അതെല്ലാം സഹിച്ചിങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് സിനിമ കാണലാണ് പരിപാടി. അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മഠത്തിൽ കൊണ്ടാക്കുന്നത്. മഠത്തിൽ കൊണ്ടാക്കിയപ്പോൾ ജോലി സിസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ മഠമോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ പേരോ ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇത് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഞാൻ അനുഭവിച്ച ഒരു വിഷമം പല കുട്ടികളും അനുഭവിച്ചിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളുടേതായ വിഷമങ്ങൾ ആരോടെങ്കിലും പറയുമ്പോൾ നമ്മളെക്കാളും വിഷമം അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അവരെ അനുഭവിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മളുടെ ഒന്നുമല്ല എന്ന് തോന്നും. ആ ഒരു സമയത്ത് 7 മാസം ഒരു മഠത്തിൽ നിന്നു. 7 മാസം ഞാൻ ആ ഒരു മഠത്തിൽ നിന്നിട്ട് എനിക്ക് ആ 7 മാസവും തലയിൽ തേക്കാൻ എണ്ണ, ആ 7 മാസവും തലയിൽ തേക്കാൻ ഒരു തുള്ളി എണ്ണ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു സമയത്ത് എൻ്റെ മുടിയെല്ലാം ഇങ്ങനെ കപ്രാച്ചി മാതിരി ഇങ്ങനെ പൊന്തിയിട്ട് ഈ സായിബാബയുടെ മാതിരി ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് എനിക്ക് നല്ലവണ്ണം മുടിയുണ്ടായിരുന്നു, നല്ല നീളത്തിൽ മുടിയുണ്ടായിരുന്നു. ആ ഒരു സമയം എനിക്ക് ആരോടിങ്ങനെ ചോദിച്ച് വാങ്ങുക എന്നുള്ളൊരു ആ ഒരു സ്വഭാവം എന്തോ പേടിയാണ്, എല്ലാവരെയും പേടിയാണ്, എന്തിനോടും പേടിയാണ്. ആ ഒരു സമയത്ത് ഞാൻ അനുഭവിക്കുന്ന മാനസികമായ വിഷമം, ആ ഒരു കോൺവെൻറ്റിൽ വന്നിട്ട് കോഴിയുണ്ട്, താറാവുണ്ട്, പട്ടിയുണ്ട്, പശുവുണ്ട്, മുയലുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ആ എല്ലാത്തിനെയും നമ്മൾ നോക്കുകയും വേണം, അടുക്കള പണി ചെയ്യണം, പിന്നെ സിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണം. പിന്നെ അവിടെ ഒരു നേഴ്സറി ഉണ്ടായിരുന്നു. ആ നേഴ്സറിയിൽ പഠിപ്പിക്കുന്നത് ഒരു സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് പോകണം. എനിക്ക് ആ ഒരു സമയം ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളുടെ അവിടെ പോയിട്ട് അവരെ ഉറക്കാനുള്ള ഒരു സമയത്ത് അവരുമായിട്ടുള്ള ഒരു ചെറിയ കളികളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആ ഒരു സമയത്ത് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ എന്നിട്ട് ഈ ഒരു പട്ടിയെ കുളിപ്പിക്കൽ, ആഴ്ചയിലൊരിക്കൽ പട്ടിയെ കുളിപ്പിക്കലെന്ന് വെച്ചാൽ 4 പട്ടികളുണ്ട്. പട്ടിയെ കുളിപ്പിക്കുക, താറാവ്, മുയൽ, പശു, ഇതിനെല്ലാം ഞാൻ തന്നെയാണ് ഈ ആഹാരം കൊടുക്കലും ഒക്കെ. പശുവിനെ പുല്ലൊക്കെ പറിക്കാനായിട്ട് എന്നെ അപ്പുറത്തെ പറമ്പിലേക്ക് പറഞ്ഞു വിടും ഇവർ. എന്നുവെച്ചാൽ മഠത്തിൻ്റെ അപ്പുറത്ത് മതിൽ ഇതാക്കി ചാടിയിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് പുല്ല് പറിക്കണം. പുല്ല് പറിച്ചിട്ട് പശുവിനായിട്ടുള്ള പുല്ല് അങ്ങനെ കൊണ്ടുവരും. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് കൊന്നിട്ടാൽ പോലും ഒരൊറ്റ മനുഷ്യരറിയത്തില്ല. അത്രയും ഈ റബ്ബറാണ്, ഫുൾ റബ്ബറാണ്. അതുമാതിരി തന്നെ ഭയങ്കര ഈ ശാന്തമായ ഒരു ആ ഒരു സമയത്തൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ആ ഒരു സിറ്റുവേഷനിൽ എന്നാലും എൻ്റെ ജോലിയാണ്, എന്നെ ഏൽപ്പിച്ച ജോലിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചാക്കിൽ നിറയെ പുല്ലൊക്കെ പറിച്ച് കൊണ്ടുവരും. അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു ലൈഫ് എൻ്റെത് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു 7 മാസം ഞാൻ അവിടെ നിന്നു. അമ്മ കാണാൻ വരും, എന്നെ കാണാൻ വരുമ്പോഴൊക്കെ ഞാനിത് പറയും. അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, മോളെ നമ്മളുടെ വീട്ടിലെ സാഹചര്യം അറിയാമല്ലോ നിനക്ക്, പാവം നമ്മുടെ അനിയത്തിയുണ്ട്. എനിക്ക് എൻ്റെ ഒരു ത്രോട്ട് എപ്പോഴും എൻ്റെ പഠിപ്പ് നിന്നു, ഓക്കെ, പക്ഷേ എൻ്റെ അനിയത്തിയെങ്കിലും പഠിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞാനിങ്ങനെ ഒരിതായിരുന്നു.
പിന്നെ ആ ഒരു സമയത്തൊക്കെ ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമല്ല വരാ, ഞാൻ അതിന് ചിരിയാണ് വരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തിൻ്റെതാണോ എന്തോ എനിക്കറിയാൻ പാടില്ല. ഇപ്പോഴും ചെറുതായിട്ട് അതൊക്കെ ഉണ്ട് കേട്ടോ. സങ്കടമാണ്, ആരെങ്കിലും നമ്മളെ വഴക്കാണ് പറയുന്നത് എങ്കിൽ പോലും എനിക്ക് ആ സങ്കടമല്ല വരുന്നത്, ചിരിയാണ് വരുന്നത്. പക്ഷെ ആ ഇത് കാണുമ്പോഴും സിസ്റ്റേഴ്സിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അതൊക്കെ അമ്മ വരുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. എൻ്റെ അമ്മ കാണാൻ വരുമ്പോൾ അതിനെ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അമ്മയോട് ഞാൻ പറയും, അമ്മ എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോകുമോ എന്നൊക്കെ പറയുമ്പോൾ ആണ് അമ്മ പറയുന്നത് ഇങ്ങനെ വേണ്ട മോളെ, ഇങ്ങനെ പ്രോബ്ലംസൊക്കെ ഉള്ളതല്ലേ. അപ്പാണെങ്കിൽ എപ്പോഴും അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ തലകുത്തനെ ഒക്കെ കെട്ടിയിട്ടിട്ട് അങ്ങനെയൊക്കെ അടിക്കും. ഒരു പ്രാവശ്യം തന്നെ ഇങ്ങനെ അങ്ങനെ തർക്കുത്തരം പറയുകയോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ തർക്കുത്തരം പറയുന്ന കൂട്ടത്തിലല്ല ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ കനന്തിരിവുള്ള ഒരു കുട്ടിയല്ല. അപ്പം കുടിച്ചിട്ട് വരുമ്പോൾ പണ്ടൊക്കെ അപ്പൻ എന്നെ ഇഷ്ടമല്ലായിരുന്നു. ആ ഒരു സമയത്ത് ഒരു ദിവസം കുടിച്ച് വന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പേടിച്ചിങ്ങനെ പിന്മാറിയപ്പോൾ എന്നെ ഓടിച്ചിട്ടടിച്ചു. ഓടിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഭയത്താൽ പേടിച്ച് കുറച്ചിട്ട് ഓട്ടമായിരുന്നു, ഭയങ്കര ഓട്ടമായിരുന്നു. ഞാൻ ഓടിയിട്ടാണെങ്കിൽ ഒരു ഇങ്ങനെ മുടുക്കൊക്കെ ഉണ്ട് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. ഞങ്ങൾ ഒരു കടപ്പുറ സൈഡാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ വാടകയ്ക്ക് അങ്ങനെ എങ്ങാണ്ടേ താമസിച്ചിരുന്നത്. അപ്പോൾ അപ്പം എന്നെ ഓടിച്ചിട്ട് വന്നിട്ട് പിടിച്ചിട്ട് എന്നെ ഒരൊറ്റ എറിയാണ് റോഡിൽ. ആ ഒരു സമയത്തുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോഴും അതൊക്കെ ഓർമ്മ കാണും. അങ്ങനെ എറിഞ്ഞ ഒരു സമയത്ത് എൻ്റെ ശരീരം മൊത്തം ഒരഞ്ഞ് റോഡിലല്ലേ, ടാറിട്ട റോഡിലോട്ടാണ് എന്നെ എറിഞ്ഞത്. അപ്പോൾ എൻ്റെ ശരീരം ഫുള്ളും ഒരഞ്ഞു വാരിയിട്ട് ഞാനാണെങ്കിൽ കരഞ്ഞ് അപ്പോൾ അടുത്ത് തന്നെ ഉള്ളൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ഒരു ആൻറ്റിയാണെങ്കിൽ എന്നെ അപ്പയെ കാണാതെ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ ഇരുത്തി എനിക്ക് ഇങ്ങനെ അതിൽ മുറിവിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നമ്മൾ കരയണ്ട, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അവരുടെ വീട്ടിൽ തന്നെ ഇരുത്തിയിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരനുഭവം കൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഞാനത് ഓർക്കും. ഇപ്പം അവിടെ പോയാൽ ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ മഠത്തിൽ തന്നെ നിന്നു. ഇതെല്ലാം സഹിച്ചു ഞാൻ നിന്നു വീട്ടിൽ. പിന്നെ അവിടെ ഗ്യാസ് യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ആ ഒരു 7 മാസത്തിൽ ഞാൻ പോയിട്ട് ഗ്യാസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഗ്യാസൊന്നും യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തേ ഇല്ല ഒരു കാരണവശാലും. അവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബയോഗ്യാസ്, ഈ എന്താ പറയണ്ടേ, ബയോഗ്യാസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണെന്ന് അറിയാം. പണ്ടത്തെ ചാണകം എന്ന് വെച്ചാൽ പശുവിൻ്റെ ചാണകം വെച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗ്യാസാണത്. ആ ഒരു പ്രായത്തിൽ എൻ്റെ ആ ഒരു 13 വയസ്സെന്ന് പറയുമ്പോൾ ഈ വലിയൊരു സംഭവമാണ്. ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമാണ്. എങ്ങാനും ഇതിൽ ഗ്യാസ് തീർന്നിട്ട് സ്റ്റക്കായൊക്കെ പോകും ചില സമയത്ത്. ആ ഗ്യാസൊക്കെ തീരും. ആ ഗ്യാസാണ് നമ്മൾ അടുക്കളയിലോട്ട് യൂസ് ചെയ്യുന്നത്, ഈ ബയോഗ്യാസ് തീരുന്ന ആ ഒരു സമയത്താണെങ്കിൽ ഈ ഒരു സംഭവമല്ലേ ബയോഗ്യാസ് ഇങ്ങനെ താഴും എന്ന് പറയുമ്പോൾ അതൊരു പ്ലാസ്റ്റിക് മാതിരി ഒരു വലിയൊരു സംഭവമാണ്. അതിങ്ങനെ നമ്മൾ ജാമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കഷ്ടകാലമാണ്, പറയണ്ട. അത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ ആൾക്കാരെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ആ ഒരു സൈഡിലൊക്കെ അത് ഒരുപാട് യൂസ് ചെയ്യും ആൾക്കാർ. അപ്പോൾ ഈ ചാണകത്തിൻ്റെ ഈ ഒഴുക്ക് ഒക്കെ കുറയുമ്പോൾ ഗ്യാസ് തീരുകയും അതുമാതിരി ഇത് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഈ സൈഡിൽ ഫുള്ളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിനിങ്ങനെ റൗണ്ടപ്പ് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ചെയ്ത് അതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ സമയത്തൊക്കെ ഞാനതൊക്കെ ചെയ്തത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ആശ്ചര്യമാണ് ഞാനതൊക്കെ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത്. കാരണം അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്കാണ് കഷ്ടപ്പാട്. ഇത് കഷ്ടമല്ലെന്നല്ല, ഇത് ചെയ്യുമ്പോഴും ഇത് കുറച്ച് ഗ്യാസ് കിട്ടിക്കഴിഞ്ഞാൽ അടുക്കളപ്പണിയൊക്കെ എളുപ്പമാകുമല്ലോ എന്നുള്ള ഒരു ത്രോട്ടിൽ ഞാനിങ്ങനെ അതിനിങ്ങനെ വെള്ളം ഒഴിച്ച് കറക്കി ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 5 മണിയടിക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ അകത്ത് തന്നെ ചാപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
മണിയടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോണത് ഒരു 11 മണിയാവും. 11 മണിയാകുമ്പോൾ രാത്രി ലാസ്റ്റ് ഈ പട്ടിയൊക്കെ അഴിച്ചു വിട്ടിട്ട് എൻ്റെ ഒരു ഓട്ടമുണ്ട്. എനിക്ക് പേടിയാണ്, പട്ടിയെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും നൈറ്റ് ഇങ്ങനെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതാണോ എന്തോ അറിയില്ല, നൈറ്റൊക്കെ ആകുമ്പോൾ ഈ പട്ടി ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ ഇതിങ്ങനെ ചീറി പാഞ്ഞു വരും. ആ ഒരു സമയത്തൊക്കെ ഞാൻ പേടിച്ചൊരൊറ്റ ഇങ്ങനെ തുറക്കും, ഒരൊറ്റ ഓട്ടം ഓടി അടുക്കളയിലോട്ട് കയറി വാതിലിങ്ങനെ അടയ്ക്കും. ആ ഒരു ഇതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോഴും പേടിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഗ്യാസ് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇവർ വഴക്ക് പറയും. മറ്റേ ഗ്യാസ് ആണെങ്കിൽ ഒട്ടും യൂസ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. എന്നാൽ പിന്നെ വിറകടുപ്പ് തന്നെ ശരണം. വിറകടുപ്പ് എന്ന് പറയുമ്പോൾ പട്ടിക്ക് ചോറ് സെപ്പറേറ്റ് വെക്കണം, പട്ടിക്കായിട്ടുള്ള ചോറ് സെപ്പറേറ്റ് വെക്കണം. അതുപോലെ തന്നെ ഇവിടെ മഠത്തിലേക്ക് ആവശ്യമായിട്ടുള്ള 4-5 സിസ്റ്റേഴ്സ്, പിന്നെ രാവിലെയൊക്കെ കുർബാന നടത്താൻ വരുന്ന അച്ഛനൊക്കെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കണം. ഇതെല്ലാം നമ്മൾ അടുപ്പിൽ തന്നെ ഉണ്ടാക്കണം. അതിന് പുറകെ ഇവർക്ക് എന്തെങ്കിലും ഈ ഒരു എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ അവിടെയൊക്കെ ചക്ക, മാങ്ങ ഇതൊക്കെ ഒരുപാടുള്ള കാരണം തന്നെ എപ്പോഴും ചക്കയുടെ ഒരു സംഭവം എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രായത്തിൽ നമുക്ക് ഇതൊക്കെ. അപ്പോൾ ഇവർക്കിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കൊതിയായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും അതെല്ലാം നമ്മൾ തന്നെ ഇതാക്കണം. പിന്നെ ഇവരുടെ എന്താ പറയണ്ടേ, ചില സമയത്തൊക്കെ ഇവരുടെ ഡ്രസ്സൊക്കെ അലക്കുക പരിപാടി എന്നുവെച്ചാൽ നല്ല നീറ്റായിട്ടിരിക്കണം. അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പ്രഷറായിരിക്കും. ഭയങ്കര പ്രഷറെന്ന് പറഞ്ഞാൽ ജോലി ഒരുപാട്, നമുക്കൊരു ഫ്രീ ടൈം എന്ന് പറയാൻ ഇല്ല. ആക്ച്വലി ആ ഒരു സമയത്ത് ഫ്രീ ടൈമേ ഇല്ല. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പലതരത്തിലായിരിക്കും കഷ്ടപ്പാട്. ഇപ്പം എനിക്ക് ഒരു ടൈപ്പിലാണ് കഷ്ടപ്പാട്. പിന്നെ പശുവിൻ്റെ പുല്ല് പറിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ല, അതുമാതിരി തന്നെ പശുവിൻ്റെ പുല്ല് നട്ട് വളർത്തുക. അത് ഒരുപാട് എന്ന് വെച്ചാൽ ഈ മഠം എന്ന് പറയുമ്പോൾ 1 ഏക്കർ സ്ഥലമാണ്. ഈ മഠം എന്ന് പറയുമ്പോൾ 1 ഏക്കർ സ്ഥലത്ത് മഠം, പിന്നെ മഠത്തിൻ്റെ അകത്ത് ചാപ്പൽ, അതിനുശേഷം പുറത്തൊരു നഴ്സറി, പിന്നെ ഒരു പള്ളി, ഇത്രയാണ് ഉള്ളത്. പിന്നെ അവിടുത്തെ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം ആ പള്ളിയിലാണ് വരിക. ആ ഒരു സമയത്താണ് ഈ ആൾക്കാരെയൊക്കെ ഞാൻ കാണുന്നത്. അതിന് മുന്നേ ഒന്നും ഞാൻ കാണത്തില്ല. നിങ്ങളിൽ എത്ര പേര് ഇത് പറഞ്ഞാൽ വിശ്വസിക്കും എന്നെനിക്കറിയത്തില്ല. ഇതെനിക്ക് പറയണമോ വേണ്ടയോ എന്നൊക്കെ പോലും ഓർമ്മയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നല്ല ഫുഡൊന്നും നമുക്ക് കിട്ടത്തില്ല. ചില സമയത്ത് പഴകിയ ഫുഡൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു സമയത്ത് ഈ കുഞ്ഞുങ്ങളെ നഴ്സറിയിൽ കൊണ്ടുവിടുമല്ലോ. അപ്പം പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളല്ലേ. അപ്പോൾ പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളാകുമ്പം അമ്മമാർ ഫുഡ് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ മുഴുവനും കഴിക്കത്തില്ല. കുഞ്ഞു കുട്ടികളല്ലേ, നഴ്സറി പഠിക്കുന്ന കുട്ടികളെന്ന് പറയുമ്പം അറിയാമല്ലോ. ആ കുട്ടികൾ ഫുഡൊന്നും കഴിക്കാതെ മുട്ട, നമ്മുടെ ഈ കോഴി താറാവും ഇതിനകത്തുണ്ടെങ്കിൽ നമുക്കൊരു മുട്ടയോ അല്ലെങ്കിൽ ഒരു പാല് ചായ പോലും കുടിക്കാൻ സമ്മതിക്കത്തില്ല. പാലൊക്കെ പുറത്ത് വിൽക്കാറാണ് പതിവ്. അവർക്ക് ആവശ്യമുള്ള പാലൊക്കെ എടുക്കും. അല്ല, പാല് നമ്മൾ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. കട്ടൻ ചായ കുടിക്കണം. അങ്ങനത്തെ ഒരിതാണ്. പാൽ ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല. അത് ഇത്രയും ജോലി ചെയ്യുന്ന ഞാനാണ്. ആ ഒരു സമയത്ത് എത്ര 1000 രൂപ 1500 രൂപ എന്താണ് ശമ്പളം. ആ ഒരു ശമ്പളത്തിനാണ് ഞാൻ ഈ ജോലികൾ അത്രയും ചെയ്യുന്നത്. അത്രയും ജോലികൾ ചെയ്തിട്ട് നമുക്കൊരു ചായക്ക് പോലും ഒരിതില്ല. പിന്നെ എന്തെങ്കിലും പലഹാരം ഇതെല്ലാം ഞാനാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നിനക്ക് വേണോ അല്ലെങ്കിൽ നീ ഇതെടുത്ത് കഴിക്കുക അങ്ങനൊന്നും പറയത്തില്ല കേട്ടോ. ഇതെല്ലാം ഇരുന്നിട്ട് ഒരു പരുവാകുമല്ലോ, ഒരു ചീത്തയാകുന്ന ആ ഒരു പരുവാകുന്ന ആ ഒരു സമയത്ത് നമുക്ക് തരും. നമ്മൾ ചിലപ്പോൾ അത് കഴിക്കും. കാരണം ആ സമയത്ത് ഉണ്ടാക്കിയ സമയത്ത് കഴിക്കാൻ പറ്റില്ല. കൊതി കാരണം നമ്മൾ ആ സമയത്ത് കഴിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ നഴ്സറി കുട്ടികൾ കഴിക്കാത്ത ഭക്ഷണ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാക്കും. കഴിക്കാത്ത ഭക്ഷണങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് പട്ടിക്ക് കൊടുക്കാനായിട്ട്, പട്ടിക്ക് കോഴിക്കൊക്കെ കൊടുക്കാനായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് ഈ ഓംപ്ലേറ്റൊക്കെ അങ്ങനെ കിടക്കും കേട്ടോ. അതൊക്കെ കാണുമ്പം ഞാനാണെങ്കിൽ നമുക്ക് നല്ല ഫുഡൊന്നും ഇവിടെ ഇല്ലല്ലോ, നമുക്ക് പഴകിയ ഫുഡൊക്കെ ഇല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെടുക്കും, മുട്ടയൊക്കെ ഞാനെടുത്ത്
കഴിക്കും കേട്ടോ. ഇതിലുള്ള ഈ പട്ടിക്ക് കൊടുക്കുന്ന അതൊന്ന് ഞാൻ മുട്ട എടുത്തൊക്കെ കഴിക്കും. കാരണം കുഞ്ഞുങ്ങൾ അതേപടി കഴിക്കാതൊക്കെ കളയുന്നതാണ്. അങ്ങനെ ഞാനൊക്കെ എടുത്ത് കഴിക്കും. അത് ഇവർക്ക് ഈ കോഴിയുടെ മുട്ട, താറാവിൻ്റെ മുട്ടയൊക്കെ പൊരിച്ചും ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. പക്ഷെ നമുക്ക് കിട്ടത്തില്ല. പിന്നെ നല്ലതായിട്ട് അവിടെ ഉള്ള ഒട്ടുമിക്ക ദിവസങ്ങളിലും അവിടെ തന്നെ ഉള്ള ഈ കോവയ്ക്ക അങ്ങനെയൊക്കെയാണ് എനിക്ക് അങ്ങനത്തെ ഫുഡൊക്കെ ഒരിത്. കോവയ്ക്ക, ചക്കക്കുരു, മാങ്ങ, പിന്നെ ചക്ക, അങ്ങനത്തെ ഐറ്റംസാണ് ഒരുപാട് കൂടുതൽ വെക്കുന്നത്. എല്ലാം ഞാൻ തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു 7 മാസത്തോളം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു സിസ്റ്ററിന് സ്ഥലം മാറ്റമായി. വേറൊരു ഗവൺമെൻറ് നിന്ന് ഈ ഗവൺമെൻറ്റിലോട്ട് ആൾ വരുവാണ് കേട്ടോ. ആൾ വരുന്ന സമയത്ത് എനിക്ക് സന്തോഷമായിരുന്നു. ഇതെങ്കിലും നല്ലതായിരിക്കുമല്ലോ ദൈവമേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനോ വിളിക്കാനോ ആരെങ്കിലും, അല്ലെങ്കിൽ നിനക്ക് ഇന്നത് വേണോ, അല്ലെങ്കിൽ നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളവിടെ ഒരു അടിമയാണ്. എന്ന് വെച്ചാൽ സാലറി തരുന്നുണ്ട്, അത് എൻ്റെ കയ്യിലല്ല, അമ്മയാണ് വന്ന് വാങ്ങാറ് സാലറി. ഞാൻ 1 രൂപ പോലും അതൊന്നും അങ്ങനെ വാങ്ങാറില്ല. അമ്മ വരും, സാലറി വാങ്ങും, അങ്ങനെ പോകും. നമുക്ക് ആ സമയത്തൊക്കെ കടം ഉണ്ടായിരുന്നു, ഭയങ്കര കടം. അപ്പോഴാണെങ്കിൽ ഭയങ്കര കുടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ ആ ഒരു സമയത്ത് സിസ്റ്റർ മാറി വരുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ബയോഗ്യാസ് ഇങ്ങനെ കറക്കി ഇതാക്കിയിട്ട് അതിതായാൽ മാത്രമാണ്, അതിങ്ങനെ ജാമയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് പൊങ്ങത്തില്ല. പൊങ്ങിയാൽ മാത്രമേ നമുക്ക് ഗ്യാസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ജാമായിട്ടിരുന്ന സമയത്ത് ഞാനിത് കറക്കി വിടാനായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് അതിങ്ങനെ കറക്കി വന്നു. പിന്നെ ഞാൻ ഈ ചാണകം പോകുന്ന ഒരു ഇതുണ്ട്, ചാല് പോലത്തെ ഒരു സംഭവമുണ്ട്. എന്നിട്ട് ഈ ചാല് പോകാനായിട്ട് കുഴി വലിയ ആഴത്തിൽ, ഭയങ്കര വലുതായിട്ട് ആഴത്തിൽ കുഴികളെടുക്കും. ഒരു മൂന്നാൾക്കാരെങ്കിലും, ഒരു 3 ആൾക്കാർ നിന്നാൽ എത്ര പൊക്കം ഉണ്ടായിരിക്കും, അത്ര പൊക്കത്തിലുള്ള കുഴിയായിരിക്കും ആ കുഴി. അങ്ങനത്തെ ഒരു 5-6 കുഴി അവിടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ചാണകം ഒഴുകി വന്ന് ഒരു കുഴി നിറഞ്ഞാലും അടുത്ത കുഴിയിലോട്ട് പോകാനായിട്ട് അങ്ങനെ കുറേ കുഴികൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് കോഴിയോ ഈ മുയലോ ഒക്കെ ചത്തു കഴിഞ്ഞാൽ ആ ചാണകത്തിലാണ് കൊണ്ട് ഇതാക്കി വെക്കുന്നത്. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഈ ചാണകം ഒഴുകി വരുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ വന്ന് അവിടെ എല്ലാം വൃത്തിയാക്കണമല്ലോ. അങ്ങനെ കഴുകി വന്നപ്പോൾ എനിക്ക് കാല് ചിറകിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ചാണകത്തിനകത്തേക്ക് വീണു. അന്ന് ഇപ്പം ഓർക്കുമ്പോൾ ആ സമയത്ത് ചത്തുപോയെങ്കിലും വേണ്ടില്ലായിരുന്നു എന്നൊക്കെ ചില സമയത്ത്, മീൻസ് നമുക്ക് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും, ആ സമയത്ത് അങ്ങ് പോയാൽ മതിയായിരുന്നു, എന്തിനായിരുന്നു പിന്നെയും ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് തോന്നും. പക്ഷേ ദൈവത്തിനൊരു പ്ലാനുണ്ടല്ലോ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് നടക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ചാണകത്തിൽ വീണിട്ട്, ഞാൻ പറഞ്ഞില്ലേ 1 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു കോൺവെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൽ വീണിട്ട് ഞാനിങ്ങനെ ഇത് അറിയാമല്ലോ, ഈ ചാണകം എന്ന് പറയുമ്പോൾ ചതുപ്പ് പോലെയാണ്. ഇതിങ്ങനെ താഴ്ന്നു പോകത്തേ ഉള്ളൂ, ഒരിക്കലും പൊന്തി വരത്തില്ല. ഒരൊറ്റ മനുഷ്യരോടെ കേൾക്കാൻ പോലും ഇല്ല. ഞാനിങ്ങനെ അവിടെ നിന്ന് നിലവിളിക്കുക, എന്നെ ഒന്ന് രക്ഷിക്കുക. ആര് കേൾക്കാനാ? ആർക്കും കേൾക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും സ്പേസാണ് സ്ഥലത്തിന്. എന്തോ ഒരു അത്ഭുതം. ഈ തെങ്ങിൻ്റെ വള്ളിയില്ലേ, തെങ്ങിൻ്റെ ഈ വേരിൻ്റെ വള്ളി, തെങ്ങിലെ വേരിൻ്റെ വള്ളി, ആ വള്ളി പിടിച്ച് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്കും ഇപ്പോഴും വിശ്വാസമില്ലാത്തൊരു കാര്യമാണ്. ഞാനിങ്ങനെ താഴ്ന്ന് ഈ ഭാഗം വരെ, എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം വരെ എനിക്ക് ചാണകം ആയി. ഞാനിങ്ങനെ പോയിട്ട് ആ ഒരു സമയത്താണ് എൻ്റെ ദൈവമേ, എങ്ങനെയോ എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. എങ്ങനെയോ ഒരു ശക്തി എന്താ പറയുക, ഒരു ശക്തി ആവാഹിച്ച് ഞാൻ ആ തെങ്ങിൻ്റെ വള്ളി, വേരിൻ്റെ വള്ളി ഇങ്ങനെ അള്ളിപ്പിടിച്ച് എങ്ങനെയോ കരയിലോട്ട്
എന്നുവെച്ചാൽ മേലോട്ട് എങ്ങനെ എനിക്കറിയത്തില്ല അതെങ്ങനെ എൻ്റെ കാലൊക്കെ പൊന്തി വന്നു എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല. കാരണം എനിക്കിപ്പോൾ ആലോചിക്കുമ്പോഴും അത്ഭുതകരമായിട്ട് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ആ ഒരു സമയം. അങ്ങനെ ആ വള്ളിയൊക്കെ പിടിച്ച് ഞാൻ പൊന്തി വന്നിട്ട് ഞാൻ ആരോട് പോയി പറയാനാ, ഞാൻ അങ്ങനെ വന്നു. പുറത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊക്കെ ഇനി ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നെ എന്തെങ്കിലും പറയുമോ എന്നൊക്കെയുള്ളൊരു പേടി. കാരണം ഞാൻ പോയിട്ട് പുറത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ വെച്ച് കഴുകിയതിന് ശേഷം പിന്നെ വേറെ ഡ്രസ്സ് മാറിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി ഇനിയും ഒരുപാട് ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ജോലി ചെയ്യുന്നത് അവർ ജോലി ചെയ്ത ആ സമയത്ത് ഒരു സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു, നീ രാവിലെ ഇട്ടിരുന്ന ഡ്രസ്സല്ലല്ലോ ഇപ്പോൾ ഇട്ടേക്കുന്നത്, എന്ത് പറ്റി, നിനക്ക് സമയാസമയത്തിന് ഡ്രസ്സ് മാറി, പോയി ജോലി ചെയ്യും വേഗം, സമയം എത്ര ആയെന്നറിയാവോ, ഫുഡ് കഴിക്കാൻ സമയത്ത് ഒന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. എനിക്കിത് പറയണമോ വേണ്ടയോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സിസ്റ്റർ, ഇങ്ങനെ പറ്റി, അതിനിപ്പോൾ എന്താ, ചത്തില്ലല്ലോ, ജീവനോടെ ഇപ്പോൾ വന്നില്ലേ, പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞത് എന്നോട്. അതിനുശേഷം അമ്മ വരുമ്പോൾ പക്ഷെ അവർ നല്ല ഒരു ബിഹേവിയറാണെന്ന്, എന്ന് വെച്ചാൽ എന്നെ എല്ലാം തന്ന് നോക്കുന്നു എന്നൊക്കെ. ഇത് ഞാൻ 1000 വട്ടം പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എനിവേ ഞാൻ ഏതായാലും ഇത് പോസ്റ്റ് ചെയ്യും. ഏത് തരത്തിൽ വരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പോയിട്ട് പിന്നെ ജോലിയൊക്കെ ചെയ്തു. പക്ഷെ അമ്മയോട് പറഞ്ഞപ്പോഴും അമ്മയ്ക്കും അങ്ങനെ ഒരുപാട് എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ളൊരിതായിരിക്കാം. അമ്മ വിചാരിക്കുന്നുണ്ടാകാം വീട്ടിൽ കൊണ്ടുപോയിട്ടും ഒരു കാര്യമില്ല, അതുകൊണ്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുക എന്നായിരിക്കും അമ്മ എപ്പോഴും പറയുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരത്തായിരുന്നു മഠമുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് സാലറി മേടിക്കാനായിട്ട് ഇങ്ങനെ വരും, സാലറി മേടിക്കും, കുറച്ച് കാര്യങ്ങൾ തിരക്കും, പിന്നെ സിസ്റ്റേഴ്സിനെ അനുസരിച്ച് നിൽക്കാൻ പറയും. ഞാനാണെങ്കിൽ ഒരു അനുസരണക്കേടും കാണിക്കാറില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം എനിക്ക് പനി പിടിച്ചു. മഠത്തുനിന്ന് സാധാരണ ഞാനിങ്ങനെ മേലെ ഇരിക്കുമ്പോൾ ചില സമയത്തൊക്കെ ടി വിയൊക്കെ ഇട്ട് തരും ഇവർ. ടി വിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരമൊക്കെ കാണാനായിട്ട് സമ്മതിക്കും. അതെപ്പോഴാണെന്ന് വെച്ചാൽ അവിടെ ഈ ഹോസ്റ്റൽ പോലെ നിന്ന് പഠിക്കാനായിട്ട് ഒരു കുട്ടി വന്നായിരുന്നു. അത് വലിയ ഒരു VIP കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ഭയങ്കര പരിഗണന. ആ കുട്ടിക്ക് ഒരു മുറിയൊക്കെ ഉണ്ട്, എനിക്കൊരു മുറിയുണ്ട്, ഒരു കുഞ്ഞു മുറിയും, ജോലിയൊക്കെ കഴിഞ്ഞ് കിടക്കാനും അതിനൊരു കുഞ്ഞു മുറിയുണ്ട്. അവിടെയാണ് അപ്പോൾ എൻ്റെ തന്നെ നേരെ കുറച്ച് ഓപ്പോസിറ്റായിട്ട് ആ കുട്ടിയുടെ റൂം. അപ്പോൾ അവൾ ഇങ്ങനെ എന്നോട് ഇച്ചിരി സ്നേഹം ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എങ്ങാനും ഈ കുട്ടി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോബ്ലം അല്ലേ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ സ്കൂളിൽ പോകും, സ്കൂളിൽ നിന്ന് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും. ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ പറയും, എന്നെപ്പോലെ പഠിക്കേണ്ടതായിരുന്നു ചേച്ചി, പക്ഷെ ചേച്ചി ജോലിയൊന്നും ഞാൻ പഠിക്കുന്നു, അതാണ് പൈസയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ എന്നൊക്കെ ആ കുട്ടി ഇങ്ങനെ പറയും. ഞാൻ പറയും, ഓരോരുത്തർക്ക് തലയിൽ എന്താണോ വരച്ചിരിക്കുന്നത് അതല്ലേ നടക്കുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അവൾക്കും ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെയായിരുന്നു ഓർഡർ. ആ ഒരു സമയത്താണ് പെട്ടെന്ന് നനച്ചിരിക്കാതെ എനിക്ക് പനി പിടിച്ച സമയത്ത് ഈ കുട്ടി പഠിക്കാൻ വന്ന കുട്ടിക്ക് ലീവായിട്ട് അവൾ നാട്ടിൽ പോയേക്കുമായിരുന്നു. നാട്ടിൽ പോയ സമയത്ത് എനിക്ക് പനിയായപ്പോൾ എനിക്ക് ഒട്ടും എഴുന്നേൽക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു അസുഖമാണെന്ന് ഇവരോട് പറയാനും വയ്യ. കാരണം എന്നെങ്ങാനും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമാകും, പിന്നെ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിൽ എനിക്ക് വയ്യ എന്ന് പറയാനും വയ്യ എന്നുള്ളൊരവസ്ഥ. പക്ഷേ എനിക്കിവർ വന്ന് ഡോറിൽ, ഞാൻ രാവിലെ ആയിട്ട് എഴുന്നേൽക്കാത്തതുകൊണ്ട് ഡോറിൽ വന്നിട്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട്. എന്താ എഴുന്നേൽക്കാത്ത, കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ, നേരെ ഒരുപാടായി, അച്ഛൻ വരാറായി, അച്ഛൻ കുർബാന കഴിയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കിങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ ഞാൻ പറയണം, എനിക്കിങ്ങനെ പറ്റുന്നില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവത്തില്ല എന്നുള്ളൊരു ഒരു ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഈ പനിയായിട്ട് നമ്മളിങ്ങനെ കുളിക്കാതിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഈ പനിയുടേതായ ഒരു ഇതില്ലേ സ്മെല്ല്, അത് തന്നെ ഇതാക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല ഒട്ടും. പക്ഷെ ആ ഒരു സമയത്ത്
പനിച്ച് വിറച്ച് ഇങ്ങനെ അതിനകത്ത് കിടക്കുക എന്നുള്ളതല്ലാതെ എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇവർ വന്ന് ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ, അങ്ങനെ ഒന്നുമില്ല. അപ്പോഴത്തേക്കും എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ പകരമായിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവന്നു. എനിക്ക് പകരമായിട്ട് വേറൊരു കുട്ടിയെ കൊണ്ടുവന്നു ആ ഒരു മഠത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഈ ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ഒരാഴ്ചയിൽ നിന്നുള്ളൂ അവിടെ. ആ ഒരാഴ്ചയിൽ തന്നെ അവൾ മൊത്തത്തിൽ അവൾക്ക് മടുത്ത് അവൾ നിർത്തി പോയായിരുന്നു. ഈ ഒരാഴ്ചക്കിടയിൽ അവൾ വന്നതിന് ശേഷമാണ് എനിക്ക് കഞ്ഞിയൊക്കെ കൊണ്ടുതരിക, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ പനിയാണെങ്കിൽ ഇങ്ങനെ മാറുന്നുമില്ല. അത് വന്നപ്പോഴത്തേക്കും ഒരു 4-5 ദിവസം ഒക്കെ ആയപ്പോഴേക്കും ഞാൻ വെറും കിടത്ത. അതല്ലാതെ എന്നെക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ആവതില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു ദിവസം ആ കുട്ടിയും കൂടെ വന്നിട്ട് സംസാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ ചോദിച്ചു ഇങ്ങനെ ശരീരവേദന, നടുവേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചപ്പം എനിക്കെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, പനി മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഒരു വിചാരം, എന്നെ ഇങ്ങനെ പറഞ്ഞു വിടുവോ, ഇവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പാവം അമ്മയൊക്കെ എന്താ ചെയ്യുക, ഇപ്പം എൻ്റെ സാലറിയും കൂടെ മുടങ്ങൂലേ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ പനി മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എന്തെങ്കിലുമൊക്കെ വയ്യായ്ക ഉണ്ടെങ്കിൽ പറ, അവർ അതിനുള്ള മരുന്ന് തരും, വേറെ ഒന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല മോളെ, എനിക്ക് പനി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പനിക്കുള്ള മരുന്ന് തന്നു. അങ്ങനെ വിട്ട് ഞാൻ പിന്നെയും മഠത്തിൽ വന്നു. ആ റൂമിൽ തന്നെ പിന്നെ കിടക്കുവാണ്. മരുന്ന് കഴിച്ചു. ആ കുട്ടി കഞ്ഞി കൊണ്ട് തന്നായിരുന്നു. കഞ്ഞി കുടിച്ച് മരുന്ന് കഴിച്ചിട്ട് കുറവൊന്നുമില്ല. അപ്പോൾ ഇവരുടെ വിചാരം ഞാൻ അഭിനയിക്കുകയാണ് എന്നുവെച്ചാൽ സുഖമായി, എന്നിട്ടും ഇവള് ജോലി ചെയ്യാൻ മടിച്ചിട്ട് ഇങ്ങനെ അഭിനയിച്ച് കിടക്കുവാണ്. അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ആ റൂമിൽ നിന്ന് ഒരു 3 റൂം, എൻ്റെ റൂം കഴിഞ്ഞൊരു 3 റൂം സിസ്റ്റേഴ്സിൻ്റെയാണ് റൂം. ആ 3 റൂമും കഴിഞ്ഞ് ആണ് സ്റ്റെയർ ഉള്ളത്. സ്റ്റെയർ ഇറങ്ങി വേണം താഴെ വരാനായിട്ട്. താഴെ പിന്നെ ചാപ്പൽ. എൻ്റെ റൂമിൽ നിന്ന് എന്നെ ഞാൻ വരാത്തതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ. എനിക്ക് സത്യത്തിൽ എനിക്ക് നടക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ കിടക്കുവാണല്ലോ. ഇവർ വന്നിട്ടാണെങ്കിൽ നിൻ്റെ പനി ഇപ്പം മാറ്റിത്തരാം അവിടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ആണെങ്കിൽ വലിച്ചു കൊണ്ടുപോകണം. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ഒരു സീനൊക്കെ. എൻ്റെ ഇതൊക്കെ എത്രത്തോളം പേര് വിശ്വസിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരെയും നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മൾ അനുഭവിച്ചത് തന്നെയാണ്. അപ്പോൾ എന്നെ ആ റൂമിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവരുവാണ്. ഞാൻ പറയുന്നുണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ സിസ്റ്റർ, അതുകൊണ്ടാണ് എനിക്ക് വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തത്. ഒന്നുകിൽ എൻ്റെ അമ്മയെ വിളിച്ച് പറയാമോ എന്നെ ഒന്ന് കൊണ്ടുപോകാനെന്ന് ഞാൻ അപ്പോഴാണ് പറയുന്നത്. ഒട്ടും എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ പരിഹസിച്ചിട്ട് ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോകാണ്. ഇത്രയും ക്രൂരരാകാൻ ഒരു മനുഷ്യർക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ ഒരു സമയത്തൊക്കെ അങ്ങനെ വലിച്ച് കൊണ്ടുവന്ന് സ്റ്റെയറിൽ നിന്ന് എങ്ങനെയോ ഞാൻ ഇരുന്നിരുന്ന് ഞരങ്ങി എങ്ങനെയോ എന്നെ പിടിച്ച് താഴെ ആക്കി. പിന്നെ ആ സ്റ്റെയറിൽ നിന്ന് താഴെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് വലിച്ച് ചാപ്പലിലോട്ടിരുത്തിയിട്ട് നീ ഇവിടെ കുറച്ച് നേരം ഇരിക്കടി എന്ന് പറഞ്ഞു. ഇരുന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എനിക്കാണെങ്കിൽ എന്നെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നതിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ പനിയൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ആ പള്ളിയിലിരുന്ന് ഞാനിങ്ങനെ എത്ര നേരം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് എന്തിനിങ്ങനെ എനിക്കെന്തിന് എൻ്റെ ദൈവമേ ഇങ്ങനത്തെ ഒരു ജന്മം തന്നു, ഇതിനേക്കാളും ആ ചാണകത്തിൽ വീണപ്പോൾ തന്നെ എന്നെ അങ്ങ് എടുക്കാതിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരയുവാണ്. ഒരുപാട് സമയം കരഞ്ഞു. അതിനുശേഷം എനിക്ക് അത്ഭുതമെന്നോണം എനിക്കറിയത്തില്ല, പനിയൊക്കെ മാറി. അതിനുശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സിസ്റ്റർ ഇങ്ങനെ മാറി വന്നു.
പുതിയ സിസ്റ്റർ വഴിയെങ്കിലും നല്ലൊരു കാലം നമുക്കുണ്ടാകും എന്നുള്ളൊരു തോട്ടിൽ ഞാനിങ്ങനെ നല്ല സ്നേഹത്തോടെയൊക്കെ ആയിരുന്നു അവരോടൊക്കെ, എല്ലാവരോടും, ആരോടും ഒരു വിരോധമൊന്നും ഞാൻ വെച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും അല്ല. ഒരു സമയത്ത് എല്ലാവരോടും നല്ലതായിരിക്കണം, എല്ലാവരും പറയുന്നത് അനുസരിക്കണം, അങ്ങനത്തെ ഒരു ഇതാണ്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആ ഒരു ടൈപ്പാണ് ആ ഒരു സമയത്ത് ഞാൻ. ആ ഒരു സമയത്താണ് ഈ സിസ്റ്റർ ഞാൻ ഏകദേശം അവിടെ നിന്നിട്ട് ഒരു 6 മാസം ആയപ്പോഴത്തേക്കാണ് ഈ സിസ്റ്റർ വരുന്നത്. സിസ്റ്റർ വന്ന് അങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു, നല്ല ചിരിയും കളി തമാശയൊക്കെ ആയിട്ട്. എൻ്റെ അടുത്തല്ല, എല്ലാവരോടും അങ്ങനെ അവരുടേതായ ഒരിത്, അങ്ങനെ നമുക്കത് കാണുമ്പോഴും ഓക്കെ അങ്ങനെ നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഞാനാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ പട്ടിക്കും ചോറ് വയ്ക്കും, പിന്നെ മഠത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ചോറ് സെപ്പറേറ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ സെപ്പറേറ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ പട്ടികളുടെ ആഹാരം എന്ന് പറയുമ്പം പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചിരിക്കും. അവർക്ക് സമയമാകുമ്പോൾ കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ സിസ്റ്റേഴ്സിനുള്ളത് ഞാൻ ഫുഡ് ഉണ്ടാക്കി, ചോറുണ്ടാക്കിയതിന് ശേഷം അത് കൊണ്ടുവന്നിട്ട് മഠത്തിന് അകത്തുള്ള അടുക്കളയിൽ വെച്ചു. വച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവരുടെ ഫുഡ് സിസ്റ്റേഴ്സിൻ്റെ ആഹാരം മേശപ്പുറത്ത് എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ കോൺവെൻറ്റിൽ നഴ്സറിയിൽ കുട്ടികളെ ഉറക്കാനായിട്ട് എന്നോട് പോകാൻ പറഞ്ഞായിരുന്നു. എന്നും അതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ഉറക്കാനായിട്ട് പോയ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ പട്ടിയുടെ ആ ചോറില്ലേ, ആ ചോറെടുത്തിട്ട് ആര് ചെയ്തെന്ന് ഞാൻ കണ്ണുകൊണ്ട് കാണാത്ത കാര്യം നമുക്കൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. പട്ടിയുടെ ചോറെടുത്തിട്ട് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ആ ചോറിൻ്റെ അകത്തുകൊണ്ട് ഇട്ട്. അപ്പോൾ ആരോ ചോറ് തികയാത്തതുകൊണ്ട് ഏതോ സിസ്റ്റർ ഇങ്ങനെ ചോറ് എടുക്കാൻ വന്ന സമയത്ത് അത് കണ്ടു. അപ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ചു, മിനി എന്ന്. ഞാൻ പറഞ്ഞത് എന്തിനാ ഇത്രയും വിളിക്കുന്നത്, ദൈവമേ ഇന്നെന്താണാവോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വരുന്ന സമയത്താണ് പറയുന്നത്, മനഃപൂർവ്വം നീ ഇത്രയ്ക്കും അഹങ്കാരിയാണല്ലേ, മനഃപൂർവ്വം പട്ടിയുടെ ചോറെടുത്തിട്ട് ഈ കലത്തിൻ്റെ അകത്ത് വെക്കാൻ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശകാരം, ഭയങ്കര വഴക്ക്. ഞാനാണെങ്കിൽ നിന്ന് ഉരുകുക എന്നൊക്കെ പറയത്തില്ലേ, നിപ്പിൽ ഞാനിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക. എന്തെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യാത്ത തെറ്റാണ്, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യേണ്ടത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസമില്ല. അത് ഈ പുതിയ സിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണത്. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ ചെയ്തു, ഞാനാണ് അവിടെ നിന്ന് എടുത്തിട്ടു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവർക്ക് സിസ്റ്ററിനെ വിശ്വാസമുള്ളൂ, എന്നെ വിശ്വാസമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, മദറിനോടും പറഞ്ഞു, സിസ്റ്ററിനോട് പറഞ്ഞു, ആർക്കും വിശ്വാസമില്ല. അങ്ങനെ അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെയൊന്നും അല്ല അമ്മ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ അവിടെ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയം തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ സങ്കടം വന്നാലും എനിക്ക് ചിരിയാണ് വരുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഫേസിൽ ചിരിയാണ് വരുന്നത്. മനസ്സിൻ്റെ അകത്ത് ഞാൻ തീ കൊണ്ട് നീറുമായിരിക്കും. എന്താ പറയുക, മനസ്സിനകത്ത് കനലെരിയുമ്പോഴും പുറത്ത് ചിരിക്കാന്ന് പറയത്തില്ലേ, ആ മാതിരിയാണ് ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെ പറയുമ്പോൾ സിസ്റ്റർമാർ നോക്കുമ്പോൾ ഞാനിങ്ങനെ ചിരിക്കുകയല്ലേ. അപ്പോൾ അവർ കണ്ടോ അവൾ അഹങ്കാരം കണ്ടോ, അവൾ ചിരിക്കുന്നുണ്ടോ, തെറ്റ് ചെയ്തിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എന്താ. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, വേറൊരു പുതിയ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ കുട്ടിയോട് പറഞ്ഞു, കുട്ടി ഇവിടെ നിൽക്ക് ഇവള് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാനിവിടെ നിൽക്കത്തില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു, എന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പറഞ്ഞു വിട്ട് പിറ്റേ ദിവസം തന്നെ ആ കുട്ടിയും അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയി, അവരുടെ ഫാമിലി വന്ന് കൊണ്ടുപോയി. കാരണം അവിടെ ആരും നിൽക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയാണ് ഇത്ര നാളം നിന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും നല്ലൊരു ലൈഫ് ഇനിയെങ്കിലും ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എനിക്ക് ഒരാഴ്ച തന്നെ നിൽക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് എൻ്റെ ലൈഫിലെ
കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ കുറേ തവണ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. പക്ഷേ ആൾക്കാരതെങ്ങനെ എടുക്കുമെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇനിയിപ്പം നോക്കാം. ഞാൻ പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആരുമില്ല എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും തന്നെയാണെന്ന് തന്നെ ചിന്തിക്കുക. എത്ര ഉണ്ടെങ്കിലും എത്ര പേര് നമ്മളുടെ ചുറ്റിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് ഞാൻ ഈ ചാണകത്തിൽ വീണ മാതിരി നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോലെ വരും. പക്ഷേ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ധൈര്യം എങ്ങനെയെങ്കിലും സംഭരിക്കാൻ പറ്റും. ആരുമില്ല എന്നുള്ളൊരു സമയത്ത് ചായാൻ തോള് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് തളർച്ച ഉണ്ടാകത്തുള്ളൂ. ചായാൻ തോളില്ലാത്തവൻ എന്ത് തളർച്ച. അതുകൊണ്ട് എന്താ പറയണ്ടേ,